നമസ്കാരം. തെരഞ്ഞെടുപ്പിന് ഇനി 6 ദിവസം. അവസാനവട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് എല്ലാ മുന്നണികളും. ആര് വാഴും ആര് വീഴും എന്നതറിയാൻ ഇനിയുള്ളത് വളരെ ചുരുങ്ങിയ ദിനങ്ങളും. സ്വാഗതം എല്ലാ മാന്യപ്രേക്ഷകർക്കും തെരഞ്ഞെടുപ്പ് കാഴ്ചയിലെ. മോദി ഭരണം വീഴണമെന്നത് പൊതുവായ ആവശ്യമായി കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ വർഗീയ ഫാസിസ്റ്റ് നടപടികളിൽ വശം കെട്ട ജനത്തോട് വിദ്വേഷ രാഷ്ട്രീയത്തെ അഹിംസ കൊണ്ട് നേരിടുമെന്നും ഹൃദയ വിശാലതയുള്ളവരാണ് മലയാളികളെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. ശരിയാണ്, കേരളത്തെയും മലയാളികളെയും രാഹുൽ വാനോളം പുകഴ്ത്തിയില്ലെങ്കിൽ പോലും കഴിഞ്ഞ 5 വർഷത്തെ വർഗീയ ഫാസിസ്റ്റ് നടപടികൾക്കെതിരെ ജനം വിധി എഴുതുക തന്നെ ചെയ്യും. ബൊഫേഴ്സ് അഴിമതി മുതൽ അഗസ്റ്റ വെസ്റ്റ്ലൻഡ് അഴിമതി വരെ കോൺഗ്രസിനെതിരെ നരേന്ദ്രമോദി ആയുധമാക്കാൻ ശ്രമിക്കുമ്പോൾ റഫാലിലെ മോദി സർക്കാരിന്റെ വൻ അഴിമതിയും ജനങ്ങൾക്ക് നന്നായി അറിയാം. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ രാജ്യത്തിന് കാവൽ നിൽക്കുന്ന സൈന്യത്തോടുള്ള മോദിയുടെ വല്ലാത്ത സ്നേഹത്തിന് പിന്നിലെ രാഷ്ട്രീയവും വ്യക്തമാണ്. സാധാരണക്കാരായ ജനങ്ങൾ മോദി സർക്കാരിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ വാഗ്ദാനം ചെയ്ത തൊഴിലവസരങ്ങൾ എവിടെ? നോട്ട് നിരോധനം കൊണ്ട് കാർഷിക മേഖലയെ ഇല്ലാതാക്കിയതല്ലാതെ എന്ത് നേടി? രാജ്യത്തെ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിൽ തല്ലിക്കുന്നതിൽ കൂടുതലായി എന്തെങ്കിലും നല്ല ഉദ്ദേശങ്ങൾ നിങ്ങൾക്കുണ്ടോ? ഇതിനൊന്നും മോദി സർക്കാരിന് മറുപടിയില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും വീണ്ടും ഭരണമെന്ന വ്യർത്ഥ സ്വപ്നം കണ്ട് പ്രചരണ രംഗത്ത് ബി.ജെ.പി. മുന്നേറുമ്പോഴാണ് ബി.ജെ.പിയുടെ തന്നെ ശക്തിദുർഗമായ ആർ.എസ്.എസിന്റെ നേതാവ് മോഹൻ ഭഗവതിന്റെ പ്രതികരണം. ഓരോ 5 വർഷത്തിലും ഭരണമാറ്റത്തിനുള്ള സാധ്യതയുണ്ടെന്ന് മോഹൻ ഭഗവത് തന്നെ പറയുമ്പോൾ അതിനർത്ഥം മോദിക്കെതിരെയുള്ള ജനവികാരം ആർ.എസ്.എസും തിരിച്ചറിയുന്നു എന്ന് തന്നെയല്ലേ? നോക്കാം ജനങ്ങളുടെ പ്രതികരണം ജനശബ്ദത്തിലൂടെ. ബി.ജെ.പി. യാതൊരു കാരണവശാലും ഇന്ത്യ രാജ്യത്ത് വർഗീയതക്ക് കൂട്ടുവെക്കുന്ന ബി.ജെ.പി. അധികാരത്തിൽ വരുന്നതിന് 100% ഉറപ്പാണ് എൻ്റെ അഭിപ്രായത്തിൽ. ബി.ജെ.പി. അധികാരത്തിൽ കേന്ദ്രത്തിൽ വരികയാണെങ്കിൽ ഈ രാജ്യം തന്നെ അപകടത്തിൽ വരികയും ഇന്ത്യയിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ബി.ജെ.പി. അധികാരത്തിൽ വരില്ലെന്നാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ അതിനുവേണ്ടി കേന്ദ്രത്തിലൊരു ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെ ഒരു മതേതര ശക്തി ഉണ്ടാവുമെന്നാണ് അവരുടെയൊക്കെ വിശ്വാസം. അതിനുവേണ്ടി ഇന്ന് പോകാം. അത് അവർ തന്നെ സ്വയം സമ്മതിക്കുകയാണല്ലോ. കാര്യം ഇനി ഇലക്ഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അവർക്കറിയാം. ഇനി ഇവിടെ ഈ മതങ്ങൾ തമ്മിലൊരുമിച്ചുള്ളൊരു രാഷ്ട്രീയം ഇവിടെ വിലപ്പോവില്ല. അതുകൊണ്ട് ആ രീതിയിലുള്ളൊരു ഭരണം ഉണ്ടാവില്ലെന്ന് അവർ വ്യക്തമായിട്ട് പുള്ളി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. തോൽവി സമ്മതിച്ചില്ലേ? ഉറപ്പായിട്ടും. എന്തിനാ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അവർ തന്നെ ബി.ജെ.പിയുടെ നേതാക്കളല്ലേ പറഞ്ഞേക്കണത്. തോൽവി സമ്മതിച്ചു. അവർ ഇനി ഭരണത്തേക്ക് വരില്ല. അതുമല്ലേ മൃഗങ്ങളൊക്കെ വന്നിട്ട് മറ്റേക്ക് വന്നിട്ട് അവർക്ക് ജീവിക്കാൻ പോലും കഴിവില്ലാണ്ട് പോലെ ആക്കണല്ലേ അവർ സ്വയം പരാജയം അവർ ഏറ്റുവാങ്ങണല്ലേ? അവർ തന്നെ സമ്മതിക്കുകയാണ് ബി.ജെ.പി. അധികാരത്തിൽ വരില്ല എന്ന്. ആർ.എസ്.എസിന്റെ മേധാവി തന്നെ ഇപ്രാവശ്യം എന്ത് ചെയ്യണം, അവരുടെ തോൽവി സമ്മതിച്ചിരിക്കുകയാണ്. കാരണം മോഹൻ ഭഗവത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം ഭരണ തുടർച്ച ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് അവരെന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഒരു ഭയത്തോടു കൂടിയാണ് ഇപ്രാവശ്യത്തെ ഇലക്ഷൻ എന്ത് ചെയ്യുന്നത് നേരിടുന്നത്. ഇതാണ് അവർ സമ്മതിക്കുന്നതാണ്. ഭരണം മാറി കിട്ടില്ല എന്നുള്ള തുറന്ന് സമ്മതിക്കുന്ന പോലെയാണ് ഇത്. 5 വർഷം അവർ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണിയുടെ നേതാവ് ഭരണം മാറും എന്ന് പറയുന്ന അവർ ഇറങ്ങുന്നുള്ള ഒരു അർത്ഥമാണല്ലോ അതിന് ധ്വനി വരുന്നത്. അവർ സമ്മതമായിരിക്കും, കുറ്റസമ്മതം. അയാൾക്ക് ഇപ്പോഴും മനസ്സിലായി ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഭരണത്തിനെതിരൊക്കെയാണ്. ആർ.എസ്.എസ്. പരോക്ഷമായി തോൽവി സമ്മതിക്കുകയാണ്. രാജ്യത്ത് 5 വർഷം ഭരിച്ച നരേന്ദ്രമോദിക്ക് വികസനത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്നുള്ളത് ജനം ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഈ കഴിഞ്ഞ മുഴുവൻ റാലികളിലും നരേന്ദ്രമോദിയും അമിത്ഷാ ഉൾപ്പെടെയുള്ള ബി.ജെ.പി. നേതാക്കൾ ഉന്നയിക്കുന്ന കാര്യം രാജ്യത്ത് വർഗീയത മാത്രമാണ്. വർഗീയത പറഞ്ഞുകൊണ്ട് മാത്രമാണ് വോട്ട് പിടിക്കുന്നത്. 5 കൊല്ലം ഭരിച്ചൊരു പ്രധാനമന്ത്രിക്ക് വികസനം പറയാനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു കേഡർ സംവിധാനമായ ആർ.എസ്.എസ്. അത് നേരത്തെ മനസ്സിലാക്കുകയും അതിൽ നിന്നാണ് ഇപ്പോൾ ആർ.എസ്. മേധാവിയുടെ പരാമർശം അടക്കം ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ പ്രകടന പത്രികയിലെ കാർഷിക മേഖലയുടെയും അതുപോലെ തന്നെ ന്യായ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടക്കം എത്തിക്കഴിഞ്ഞതോടുകൂടി തന്നെ മൊത്തത്തിൽ ബി.ജെ.പിക്ക് എതിരെയാണ് വികാരം എന്നുള്ളത് ആർ.എസ്.ന് മനസ്സിലായി കഴിഞ്ഞു. അത് അവർ പരോക്ഷമായി ഇപ്പോൾ ഒരു ഭരണമാറ്റം സമ്മതിക്കുകയാണ് അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബി.ജെ.പിക്ക് നഷ്ടമാകുന്ന ഭരണം, തുടർച്ചയായി ഭരണം കിട്ടില്ല എന്നുള്ള രീതിയിൽ ആർ.എസ്.എസിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു ഭരണ തകർച്ചയുടെ കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കാതെ തുടർച്ചയായി ഭരണം കിട്ടില്ല എന്നുള്ള പേരിലാണ് ആർ.എസ്.എസിൻ്റെ നേതാവായിട്ടുള്ള ആളുകൾ പറയുന്നത് ഈ പറയുന്ന ഭരണ തുടർച്ച ഞങ്ങൾക്കിനി ഉണ്ടാവില്ല. അപ്പോൾ അവർ തന്നെ പറയുകയാണ് അവരുടെ ഭരണം മോശമാണെന്നുള്ള കാര്യം. ഇത് ജനങ്ങൾക്ക് മുൻകൂട്ടി എന്നോ മനസ്സിലാക്കിയ കാര്യമാണ്. ഇടതുപക്ഷത്തിന്റെ കരുത്ത്
രാഹുൽ വയനാട്ടിൽ കാണാൻ പോകുന്നതേയുള്ളൂവെന്ന് മുഖ്യമന്ത്രി പറയുന്നു. എന്നാൽ ഇടതുപക്ഷത്തെ പ്രശംസിച്ച് രാഹുൽ ഗാന്ധിയും ഇടതുപക്ഷം ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കാൻ ശ്രമിച്ചിട്ടില്ല, ബിജെപിയാണ് മുഖ്യ ശത്രു. ഇടതുപക്ഷം രാജ്യദ്രോഹ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാത്ത പ്രസ്ഥാനമെന്നും രാഹുൽ പറയുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം നിരോധിക്കേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബിജെപി അധ്യക്ഷൻ അമിത്ഷായുടെയും പ്രസംഗങ്ങളാണെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടും. മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്യുന്നതെന്നും ബൃന്ദ കാരാട്ട് പറയുന്നു. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സിപിഐഎം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകി. കേരളത്തെ അപമാനിച്ച് മോദി നടത്തിയ ശബരിമല പരാമർശത്തിനെതിരെയാണ് പരാതി. കാണാം ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെയുള്ള നേതാവിന്റെ വാക്ക്. ഗാന്ധി ഇന്ന് വന്നിട്ട് പറയാണ്, ഈ കേരളത്തിന്റെ ഒരു മഹിമ കണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. മലയാളി എന്ന് പറഞ്ഞാൽ രാജ്യമാകെ അംഗീകരിക്കുന്നത്, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. തർക്കമില്ലത്. ആരെ നേരിടാനാ? ഞങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ മത്സരത്തിലൂടെ നൽകുന്ന സന്ദേശമെന്ത്? കേരളത്തിൽ വന്ന് മത്സരിക്കുമ്പോൾ നൽകുന്ന സന്ദേശം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയാണ് തകർക്കേണ്ടത്, ഇടതുപക്ഷത്തെയാണ് രാജ്യത്ത് തകർക്കേണ്ടത്. അതാണോ നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നില? നമ്മുടെ രാജ്യം വർഗീയതയുടെ ഏറ്റവും വലിയ ആപത്ത് നേരിടുമ്പോൾ ആ വർഗീയതക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ച് രാജ്യത്താകെ നിന്നത് ഇടതുപക്ഷമല്ലേ? ഞാൻ തീർച്ചയായും വ്യത്യസ്തമായി തന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. ഇടതുപക്ഷത്തെയും RSSനെയും വ്യത്യസ്തമായി കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Of course we fight the left in Kerala. തീർച്ചയായും കേരളത്തിൽ നമ്മൾ ഏറ്റുമുട്ടുന്നത് ഇടതുമുന്നണിയോട്. But the left has never done what the RSS is doing. പക്ഷേ RSS ഈ രാജ്യത്തോട് ചെയ്തത് ഒരിക്കലും ഇടതുപക്ഷം ചെയ്തിട്ടില്ല. The left has never questioned the institutions of this country. ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഒരിക്കലും ഇടതുപക്ഷം ചോദ്യം ചെയ്തിട്ടില്ല. The left has never questioned the constitution of this country. ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ഇടതുപക്ഷം ഒരിക്കലും ചോദ്യം ചെയ്തിട്ടില്ല. And the left has never attempted to destroy the institutions of this country. ഒരിക്കലും ഇടതുപക്ഷം ഈ സ്ഥാപനങ്ങളെ, ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ തകർക്കുവാൻ ശ്രമിച്ചിട്ടില്ല. And the battle today is to protect the institutions of this country from the RSS, BJP and Narendra Modi. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ നരേന്ദ്രമോദിയിൽ നിന്നും RSSൽ നിന്നും BJPയിൽ നിന്നും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. You have heard Modi and Amit Shah's speeches. If they open their mouth, only poison comes out. The Election Commission has banned Mayawati ji's speech. But if anyone's speech should be banned, it is Narendra Modi's speech. It is Amit Shah's speech, because every word they speak is against the Constitution of India. The Election Commission here has said, don't use religion. What did Narendra Modi go to Tamil Nadu and do? He did not speak a word about the problems of Tamil Nadu. He went to Tamil Nadu to speak about Sabarimala. This is the BJP RSS. ഇനി ചില തെരഞ്ഞെടുപ്പ് വാർത്തകൾ കൂടി നോക്കാം. വയനാട്ടിൽ LDF സ്ഥാനാർത്ഥി PP സുനീർ 5ാം ഘട്ട പ്രചരണം ആരംഭിച്ചു. ഇന്ന് വയനാട്ടിലെ തോട്ടം മേഖലകളിലായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം. വലിയ ആവേശത്തോടെയാണ് തൊഴിലാളികൾ വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് സ്വീകരണം നൽകിയത്. പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി PP സുനീർ മണ്ഡലത്തിലെ എല്ലായിടത്തും എത്തിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തുടങ്ങിയ പ്രചാരണം 5ാം ഘട്ടത്തിലെത്തി. ഇപ്പോൾ തോട്ടം മേഖലകളിൽ ഒരിക്കൽ കൂടി സ്ഥാനാർത്ഥി എത്തി. രാവിലെ തന്നെ തൊഴിലാളികൾ സ്ഥാനാർത്ഥി എത്തുന്നുണ്ടെന്നറിഞ്ഞ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആവേശത്തോടെയുള്ള സ്വീകരണമാണ് തൊഴിലാളികൾ നൽകുന്നത്. വളരെ അനുഭാവപൂർവ്വം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ഗവൺമെന്റ് മുന്നണി എന്നുള്ള നിലയിൽ വളരെ ആവേശകരമായ സ്വീകരണമാണ് ഈ മേഖലയിൽ നിന്ന് പ്രത്യേകമായി ലഭിക്കുന്നത്. മറ്റ് സ്ഥാനാർത്ഥികളൊന്നും അവർക്ക് കാണാൻ പോലും സാധിച്ചിട്ടില്ല. അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ വലിയ ആത്മവിശ്വാസം അവരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാനും വലിയ പ്രതീക്ഷയിലാണ്. ഈ മേഖലയിൽ നിന്ന് ഒരു കാലത്തും കിട്ടാത്ത പിന്തുണ ഈ തെരഞ്ഞെടുപ്പിന് ആദ്യഘട്ടം മുതലേ ഉണ്ട്. അവസാനം വരെയും അത് നിലനിൽക്കും. വിജയത്തിൽ അതൊരു പ്രധാനപ്പെട്ട ഘടകമാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ഗാന്ധി എത്തിയതും മത്സരിക്കുന്നതൊന്നുമല്ല തോട്ടം മേഖലയിലെ വിഷയങ്ങൾ. ഇയാള് ജയിച്ചു പോയാൽ ഇയാളെ എവിടെ വെച്ചിട്ട് നമ്മൾ തരാൻ പറ്റും? ഈ കേരളത്തിൽ നമ്മളെ ഇവിടെ ഉള്ളവർ ജയിക്കണം. ജയിച്ചിട്ട് നമ്മളെ കാര്യം എല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം. തോട്ടം മേഖലയ്ക്കായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളും ക്ഷേമ പെൻഷനുകളും ഒക്കെയാണ് ഇവിടുത്തെ സംസാര വിഷയങ്ങൾ. ഞങ്ങൾ ഈ എസ്റ്റേറ്റിലും എല്ലാ എസ്റ്റേറ്റിലും ഞങ്ങൾ ഇടതുവശ മുന്നണിയാണ്. എല്ലാ കാര്യവും
തല പോയാലും വേണ്ടില്ല, വിജയിച്ചു തരും. 50 രൂപ ഇടക്കാല ആശ്വാസം പ്രഖ്യാപിച്ചതും മിനിമം കൂലി, വീട് തുടങ്ങിയ സംസ്ഥാന സർക്കാർ പദ്ധതികളുമെല്ലാം തൊഴിലാളികൾക്ക് നൽകിയ പ്രതീക്ഷ വലുതാണ്. തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ തോട്ടം മേഖലയ്ക്ക് നിർണായകമായ സ്വാധീനമാണുള്ളത്. ന്യൂസ് ബ്യൂറോ, വയനാട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ CPIM കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. കേരളത്തെ അപമാനിച്ച് മോദി നടത്തിയ ശബരിമല പരാമർശത്തിനെതിരെയാണ് പരാതി. സംസ്ഥാനത്ത് വർഗീയ ചേരിതിരിവ് ലക്ഷ്യമിട്ടാണ് മോദി പ്രസംഗിച്ചതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം നിലോത്പൽ ബസു നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. പ്രത്യക്ഷമായ തെരഞ്ഞെടുപ്പ് ലംഘനം നരേന്ദ്രമോദി നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചാണ് CPIM കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. ഏപ്രിൽ 13 തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ രാമനാഥപുരത്തും പിന്നീട് ബാംഗ്ലൂരിൽ നടത്തിയ പ്രസംഗത്തിൽ ശബരിമല പ്രധാന പ്രചാരണ വിഷയമാക്കി. കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിം ലീഗും വിശ്വാസത്തെ തകർക്കുകയാണെന്നും അപകടകരമായ കളിയാണെന്നും മോദി പ്രസംഗിച്ചു. വോട്ടിനായി വിശ്വാസത്തെ ഉപയോഗിച്ച മോദി കേരളത്തിലടക്കം വർഗീയ ചേരിതിരിവിനാണ് ലക്ഷ്യം വെച്ചതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച കത്തിൽ CPIM ചൂണ്ടിക്കാട്ടുന്നു. മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് മാത്രമല്ല, ശബരിമലയെയും അയ്യപ്പനെയും പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിനെ വെല്ലുവിളിക്കുകയാണ് മോദി ചെയ്തിരിക്കുന്നത്. പ്രസംഗത്തിനെതിരെ കമ്മീഷൻ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വിമർശനത്തെ തുടർന്ന് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ച നേതാക്കൾക്കെതിരെ കമ്മീഷൻ നടപടി സ്വീകരിച്ചതിനെയും പരാതിയിൽ പ്രത്യേകം എടുത്തു പറയുന്നു. CPIM-ന് വേണ്ടി പോളിറ്റ് ബ്യൂറോ അംഗം നീലോത്പ ബസു ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചത്. കേരളത്തെ മൊത്തം അപമാനിക്കുന്ന തരത്തിൽ മോദി നടത്തിയ പ്രസംഗത്തിനെതിരെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും നേരത്തെ രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ നോക്കിയാൽ ത്രിപുരയിലെയും പശ്ചിമ ബംഗാളിലെയും ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധവുമായി CPIM രംഗത്തെത്തി. ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണെന്ന് CPIM ആരോപിച്ചു. വർഗീയത പറഞ്ഞും സൈന്യത്തിന്റെ പേരിലും വോട്ട് തേടുന്ന നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെ നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ വെസ്റ്റ് ത്രിപുരയിലും പശ്ചിമ ബംഗാളിലെ 2 മണ്ഡലങ്ങളിലുമാണ് വോട്ടെടുപ്പ് നടന്നത്. എന്നാൽ വോട്ടെടുപ്പിൽ വ്യാപക അട്ടിമറി നടന്നെന്ന് ചൂണ്ടിക്കാട്ടിയാണ് CPIM ദില്ലിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പല ബൂത്തുകളിലും അർദ്ധസൈനിക വിഭാഗത്തിന്റെ സുരക്ഷയോ CCTV ക്യാമറകളോ ഉണ്ടായിരുന്നില്ല. വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയും വോട്ട് ചെയ്യാനെത്തിയ പാർട്ടി പ്രവർത്തകരെ മർദ്ദിച്ച് തിരിച്ചയക്കുകയും ചെയ്തു. ഇതിനു പുറമെ ബൂത്ത് ഏജന്റുമാരെ പോളിംഗ് ബൂത്തിൽ പ്രവേശിക്കാനും സമ്മതിക്കാത്ത സാഹചര്യവും ഉണ്ടായി. അട്ടിമറി നടന്ന 464 ബൂത്തുകളിൽ റീപോളിംഗ് നടത്തണമെന്ന് CPIM ആവശ്യപ്പെട്ടു. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണെന്നും CPIM जनरल सेक्रेटरी सीताराम येचूरी चूंटिकाटी। एक तरह से इलेक्शन कमीशन खुद नारा देता है कि हर इंसान को जिसका वोट का अधिकार है उस वोट का अधिकार का रक्षा हम करेंगे, और यहाँ पर खुलेआम उसी अधिकार का उल्लंघन हो रहा है, तो कार्रवाई करिए आप। तो हम ये कह रहे हैं 464 बूथों में जो रिगिंग हुई वहाँ पर दोबारा റീപോൾ करवाइए। അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും യെച്ചൂരി ശക്തമായ ഭാഷയിൽ തന്നെ വിമർശിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിർദ്ദേശം ഉണ്ടായിട്ടും സൈന്യത്തിന്റെ പേരിൽ BJP വോട്ട് തേടുകയാണ്. സൈന്യത്തിന്റെ പേരിലും വർഗീയത പറഞ്ഞും വോട്ട് തേടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്കുമെതിരെ കമ്മീഷൻ നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണെന്നും സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് സീതാറാം യെച്ചൂരി ചോദിച്ചു. പോളിറ്റ് ബ്യൂറോ അംഗമായ നീലോൽപൽ ബസു, വെസ്റ്റ് ത്രിപുരയിലെ സിറ്റിംഗ് MPയും സ്ഥാനാർത്ഥിയുമായ ശ്യാമപ്രസാദ് ദത്ത എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇനി കാണാം തെരഞ്ഞെടുപ്പ് മേളക്കൊഴുപ്പ് ഉച്ചഭാഷണയിലൂടെ. ഉച്ചഭാഷണയോടെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ പൂർണ്ണമാവുന്നു. നമസ്കാരം.